ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഏകദേശം ഇപ്പോൾ മണക്കാട് വലിയൊരു ബ്ലോക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഒരു ട്രാഫിക് പോലീസുകാരനത് നിയന്ത്രിക്കാനില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് നേരമായി സ്കൂൾ കുട്ടികളടക്കം ഓഫീസിലേക്ക് പോകുന്നവരെല്ലാവരും ഇവിടെ മുറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പരമാവധി ഇത് ഷെയർ ചെയ്യണം. കാരണം വലിയൊരു ബ്ലോക്കാണ്. കാരണം നിയന്ത്രിക്കാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ എല്ലായിടത്തും ഇപ്പോൾ ആളുകൾ കുടുങ്ങി കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങോട്ടും ഭാഗത്തും അതോടൊപ്പം തന്നെ അടിയും ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഇത് ആറ്റുകാലിൽ നിന്ന് നേരെ മണക്കാട്ടിലേക്ക് വന്ന് കയറുന്ന റോഡ്, അതോടൊപ്പം തന്നെ ബലവാനഗറിൽ നിന്ന് കയറുന്ന റോഡ്, ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വരുന്നത് എല്ലാം ഒരേ സമയത്ത് തന്നെ ബ്ലോക്കാകുന്നൊരവസ്ഥയാണ്. അത് കാരണത്താൽ നിയന്ത്രിക്കാൻ ഒരു പോലീസുകാരൻ, സാധാരണ പോലീസുകാരുണ്ടാവുന്നതാണ്. ഇപ്പോൾ പരമാവധി ഇത് ഷെയർ ചെയ്യണം. കാരണം നല്ലൊരു ബ്ലോക്കായിട്ടുണ്ട്. പലർക്കും പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ടൂവേ പോലെ കവർ ചെയ്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതും അങ്ങ് അറ്റം വരെയും ഈ ഒരു ബ്ലോക്കാണ്. സാധാരണ പോലീസുകാർ ഇവിടെ നിയന്ത്രിക്കാനുണ്ടാകും. പക്ഷേ ഇന്നൊരു പോലീസുകാരൻ പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ബ്ലോക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പല സ്കൂൾ കുട്ടികളും ഇപ്പോൾ മുടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. പലർക്കും പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നാട്ടുകാർ തന്നെയാണ് ഇപ്പോൾ ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. എങ്ങനെയാണ് സാധാരണ പോലീസ് ഉള്ളതല്ലേ? ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ സാധാരണ പോലീസ് ഉണ്ടാവില്ല. ഇപ്പൊ എന്തെങ്കിലും പറ്റിയ കണ്ടിട്ടില്ല. ഇതാണ് സാധാരണ പോലീസുകാർ ഇവിടെ നിയന്ത്രിക്കാനുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു അരമണിക്കൂറാണ് ഈ ഒരു ബ്ലോക്ക് തുടങ്ങിയിട്ട് ഇതുവരേക്ക് ഇത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സും അതോടൊപ്പം ഇവിടെയുള്ള ആളുകളും നിയന്ത്രിച്ച് വാഹനം തരംതിരിച്ച് വിടുന്ന അവസ്ഥയാണ്. പക്ഷേ എല്ലാവരും ഒരു സമാധാനമില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ ബ്ലോക്ക് മാറുന്ന ഒരു അവസ്ഥയില്ല. അങ്ങ് അറ്റം വരെ ഈ ബ്ലോക്കാണ്. ഇവിടെ ഒന്നും ഒരു പോലീസുകാർ ഇല്ലാത്തൊരവസ്ഥയാണ്. ഏകദേശം മണക്കാട് സ്കൂളിൽ മൊത്തത്തിൽ അതിൽ ബ്ലോക്കായിട്ടുണ്ട്. അത് പോലീസ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരേക്കും ആരും ഒരു റിപ്പോർട്ട് കൊടുത്തില്ല. സാധാരണ ഈ സമയത്ത് 3-4 പോലീസുകാരുടെ ഉണ്ടാവേണ്ടതാണ്. കൃത്യം സ്കൂളിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ വാഹനം നിർത്തിയിട്ട് നടന്ന് കുട്ടികളെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. എന്ത് പറ്റി? ഇപ്പൊ വണ്ടി അവിടെ നിർത്തിയിട്ട് വന്നാണോ? കൃത്യത എത്താൻ പറ്റും. സാധാരണ പോലീസുകാരുള്ളതല്ലേ? അതിലിപ്പോ വാഹനം ഉപേക്ഷിച്ചിട്ട് നടന്നു പോവാണ്. ഓക്കെ. പല പേരൻസും ഇതേപോലെ വാഹനം നിർത്തിയിട്ട് കുട്ടികളെ നടത്തിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തുകൊണ്ടാണ് പോലീസിന് എത്താത്തതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഏകദേശം കമലേശ്വരം വരെ ഈ ഒരു ബ്ലോക്ക് തുറന്നിട്ടുണ്ട്. മണക്കാട് നിന്ന് തന്നെ നല്ല ബ്ലോക്കാണ്. ഏകദേശം അരമണിക്കൂറായി ഇപ്പോഴും ഈ ബ്ലോക്ക് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. വാഹനം നിർത്തിയിട്ടിട്ട് കുട്ടികളെ നടത്തിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് പോലീസ് ഇതുവരെയ്ക്ക് എത്താത്തത് എന്നുള്ളതാണ് ഇപ്പോഴും നാട്ടുകാർ ഒരു ചോദ്യമായി ചോദിക്കുന്നത്. ഈ ബസ്സൊക്കെ നവോദയയുടെ ബസ്സാണ്. ഇത്രയും നേരം ഇത് ഇവിടെ തന്നെ മുടങ്ങി നിൽക്കുന്നതാണ്. ഇപ്പോൾ നിയന്ത്രിക്കാനുള്ള സ്വയം നിയന്ത്രിച്ചുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഈ പറഞ്ഞതുപോലെ ബസ്സൊക്കെ കൃത്യസമയം 9:20 സ്കൂളിൽ കയറേണ്ട കുട്ടികളാണ്. അവരെ ഇപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ അകപ്പെട്ടത് കൊണ്ട് തന്നെ വാഹനം ഉപേക്ഷിച്ച് നടന്നു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും പോലീസ് എത്തിയിട്ടുണ്ട്. ഇനി നിയന്ത്രണം അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഏകദേശം മണക്കാട് വരെ ഈ ബ്ലോക്കുണ്ട്. ഈ ബ്ലോക്കിലേക്കുള്ളത്
കുട്ടികളെല്ലാം കാരണം ഇപ്പോൾ ഏകദേശം സമയം 9:20 9:20 ഈ സമയത്ത് കാണാം വാഹനങ്ങളെല്ലാം വഴിയിൽ നിർത്തിയിട്ട് കുട്ടികളെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പലപ്പോഴും ഓഫീസിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ ഇവിടെ പോലീസ് എപ്പോഴും ഉള്ളതാണ്. എന്നാൽ ഇതുവരെയും പോലീസ് എത്തിയിട്ടില്ല. ഇപ്പോൾ എന്തായാലും പോലീസ് എത്തിയിട്ടുണ്ട്. അവർ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം ബലാൽ നഗർ വരെ ആ ഒരു തിരക്ക് ഇപ്പോൾ ഉണ്ട്. കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നത് കൊണ്ടാണ് ഈ ഒരു അരമണിക്കൂറോളം ഈ ഒരു ബ്ലോക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടത്. ട്രാഫിക്കാരനും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയത്. കുട്ടികളെല്ലാം ഇപ്പോൾ ബസ് ഉപേക്ഷിച്ച് നടന്ന് സ്കൂളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇവരൊക്കെ ആ വാഹനത്തിൽ കൃത്യസമയത്ത് എത്തേണ്ടവരാണ്. പക്ഷേ ഈ ബ്ലോക്ക് കാരണത്തിലാണ്. ഇത് എത്ര നേരം ഇപ്പൊ ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട്? ഇത് കുറച്ച് ദിവസം കൊണ്ടാണ്. സ്കൂൾ സമയത്തല്ല ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പോലീസുകാരുണ്ടാവും. ഇന്ന് പോലീസ് വൈകിയത്. ഇന്ന് പോലീസ് വന്ന് അല്ല സമയത്ത് പോലീസ് ഉള്ള അല്ലെങ്കിൽ ഇത് ഡ്യൂട്ടി കഴിയും. എല്ലാ തിരക്കും കഴിഞ്ഞതിന് ശേഷം പോലീസ് ഇവിടെ വരും. എല്ലാ സമയത്ത് ഇവിടെ ആരും വരില്ല. നല്ല ബ്ലോക്കാണ് ഇപ്പൊ. ഇന്ന് ബ്ലോക്കാർക്ക് എന്നും ഇടിയും ആക്സിഡന്റ് തന്നെ എന്നും നടക്കുന്നു ഇവിടെ. 24 മണിക്കൂർ ഇടി തന്നെ. ഈ തിരക്ക് സമയത്താണ് ആവശ്യം. സ്കൂൾ ടൈമിന് ഒരു പോലീസ് ഇങ്ങോട്ട് വരില്ല. വന്നിട്ടില്ല ഇന്ന്. ഇപ്പാണ് വന്നത്. നിങ്ങളെ കണ്ടപ്പോൾ വന്നു തുടങ്ങി. അപ്പൊ മലയാള ജനതാ ന്യൂസിന്റെ പ്രേക്ഷകർ ഇപ്പോൾ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്തപ്പോഴാണ് ഇപ്പൊ പോലീസുകാർ എത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുവരെയും പോലീസ് ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ പോലീസ് എന്തായാലും നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അല്പം ട്രാഫിക്കിന് ഒരു അയവ് വന്നിട്ടുണ്ട്. പോലീസുകാർ ട്രാഫിക് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബ്ലോക്ക് ഒഴിവായി. പല കുട്ടികളും കൃത്യം 9 മണിക്കും 9:30ക്കും സ്കൂളിൽ എത്തേണ്ട കുട്ടികളാണ്. ഓഫീസിൽ എത്തേണ്ട ആളുകളുണ്ട്. പക്ഷേ ആർക്കും കൃത്യമായിട്ട് എത്താൻ സാധിച്ചില്ല. ഇപ്പോൾ എന്തായാലും പോലീസ് നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് തന്നെ സുഗമമായി ഇപ്പോൾ യാത്ര മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എന്നാലും മണക്കാട് വരെ ഈ ബ്ലോക്ക് തുടരുകയാണ്, നീണ്ടു കിടക്കുകയാണ്. ഇപ്പോൾ ആറ്റുകാലിൽ നിന്ന് വരുന്ന വണ്ടികളെയാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. അതേപോലെ തന്നെ ബലാൽ നഗറിൽ നിന്ന് വരുന്ന വാഹനവും ഇപ്പോൾ മുടങ്ങിയ ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ എന്തായാലും സ്കൂളിന് മുമ്പിലുള്ള തിരക്കൂടെ ഒഴിഞ്ഞു കിട്ടിയാൽ ഇത് എല്ലാവർക്കും അവസാനം പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എന്നാലും പോലീസ് എത്തിയിട്ടുണ്ട്. ട്രാഫിക് ഇപ്പോൾ നിയന്ത്രണം പോലീസുകാർ ഏറ്റെടുത്തുകൊണ്ട് അല്പം ആശ്വാസമായിട്ടുണ്ട്. നേരത്തെ ഇവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഓട്ടോ ഡ്രൈവേഴ്സുമാണ് ഈ ഒരു ഗതാഗത കുരുക്ക് മാറ്റാൻ വേണ്ടിയൊരു പരിശ്രമം നടത്തിയത്. എന്നാലും മലയാള ദർശന ഈ ഒരു ലൈവ് ടെലികാസ്റ്റ് കാരണത്താൽ നിങ്ങളുടെ ഷെയറിംഗ് കൊണ്ട് തന്നെ പോലീസ് അത് അറിഞ്ഞു. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സുഗമമായി യാത്ര മുന്നോട്ട് പോകുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ എല്ലാം നിയന്ത്രണ വിധേയമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാലും ഈ ഒരു ലൈവ് വൈൻഡപ്പാണ്. എനിക്കും സ്കൂളിൽ പോകേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഞാൻ പോകാൻ നിന്നതാണ്. എന്നാലും ഞാനും ഇവിടെ കുടുങ്ങിയതാണ്. അപ്പോഴാണ് ഇത് ലൈവ് ചെയ്യണമെന്ന് തോന്നിയത്. എന്നാലും ഷെയർ ചെയ്ത് പോലീസുകാരോട് എത്തിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒന്നുകൂടി നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു ബ്ലോക്കിന് പരിഹാരം കാണാൻ പെട്ടെന്ന് തന്നെ ഇതേ സമയത്ത് രാവിലെയും വൈകുന്നേരം പോലീസ് എപ്പോഴും ഉണ്ടാകട്ടെ എന്നാണ് മലയാള ജനതാ ന്യൂസിലും പറയാനുള്ളത്. തൽക്കാലം ഈ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം ഇവിടെ ബൈ.
അട്ടക്കുളങ്ങര വരെ ഉണ്ടല്ലേ? അട്ടക്കുളങ്ങര ഒരു ബ്ലോക്കാണോ? അട്ടക്കുളങ്ങര വരെ ഈ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും പോലീസ് നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ പലർക്കും ഓഫീസിലെത്താൻ സാധിച്ചിട്ടില്ല, വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള പരാതി ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരു അടിപിടിയുടെ വക്കിലെത്തിയിരുന്നു ഈ ഒരു പ്രദേശം. കാരണം എല്ലാവരും അങ്ങോട്ടും അവരുടെ ആവശ്യത്തിന് പെട്ടെന്ന് പോകാനുള്ളൊരു ധൃതി കാണിച്ചതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. എന്തായാലും ഇവിടെയുള്ള നാട്ടുകാരും കച്ചവടക്കാരും അതോടൊപ്പം തന്നെ ഓട്ടോ ഡ്രൈവേഴ്സും നിയന്ത്രണം ഏറ്റെടുത്തു. ഇപ്പോൾ അതായത് മലയാള താമസിന്റെ ലൈവ് അത് പ്രേക്ഷകർ ഷെയർ ചെയ്ത് കാണുന്നത് പോലീസ്, ട്രാഫിക് എല്ലാവരും ഇവിടെ എത്തി എല്ലായിടത്തും അവർ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലികമായി ഇത് സുഗമമായി യാത്ര പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും വാഹനങ്ങൾ ഇവിടെ കുടുങ്ങി കിടന്നതാണ്. അതെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പുതിയൊരു ലൈവുമായി കാണുന്നവരെ തൽക്കാലം വിടാം. പിന്നീട് നമുക്കിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ കമന്റ്സുകൾ ആണ് ഞങ്ങളുടെ വിജയം. കമന്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.